പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 15ാമത്തെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടി ഇതിപ്പോൾ ലൈനിങ് തുണിയാണ്. ഇതിപ്പോൾ നമ്മൾ പേപ്പർ ഷീറ്റാണ്. ഒന്നിനെ അയൺ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഈ അരികത്തോടെ സ്റ്റിച്ച് ചെയ്ത് പോകാം. അങ്ങനെ നമ്മൾ 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ എക്സ്ട്രാ വന്നേക്കണ തുണി ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. നെക്ക് നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി അടുത്ത് നമ്മൾ ടോപ്പ് എടുത്തു. ടോപ്പിൽ നമുക്ക് ഈ സൈഡ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ഈ തുണീനെ മൊത്തം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചുരുക്കിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊള്ളിന്ന് നോക്കാം എന്തോരുണ്ട് എന്നുള്ളത്. നമുക്ക് അളന്ന് നോക്കാം. ഇതിപ്പോൾ വരുന്നത് ഇവിടത്തോളം വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 16 ഇഞ്ച് ഉണ്ട്. അതിന് നമുക്ക് എത്രയാക്കി ചുരുക്കണം? 5.25 എന്ന രീതിയിൽ 5.25 ഇഞ്ചാക്കി ചുരുക്കിയിടണം. ഇത് തുണിയുടെ നല്ല വശമാണ്. ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. ചെറിയൊരു പ്ലീറ്റ് ഇട്ട് നമ്മളതിനെ ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ എടുത്തു. ഉണ്ടില്ലേ, അവിടെ നമ്മൾ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തു. ഇതാണ് നമ്മൾ ഇത്ര ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് അത്രയും വീതി ഉണ്ടായ തുണീനെ 16 ഇഞ്ച് ഉണ്ടായ തുണീനെ നമ്മൾ ഈ ഒരു അളവിലേക്ക് ആക്കിയെടുത്തു. അതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്യണം. അങ്ങനെ 4 സൈഡും നമുക്ക് ചെയ്യണം. അപ്പുറത്തെ സൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തുണീനെ ഇങ്ങനെ ഇട്ടു. ഇതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ആദ്യം കടത്തി വെച്ചു. വേണ്ട, ആദ്യം സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുക്കാം.
ഫ്രണ്ടിൽ 2 സൈഡിലും ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സൈഡിൽ ചെയ്തു, കണ്ടില്ലേ? അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഇവിടെയാണല്ലോ നമ്മുടെ വെട്ട് വരുന്നത്, കട്ട് ചെയ്തേക്കുന്നത്. അതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ 1/2 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പിടുന്നത്. ഈ ഭാഗത്തായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇതുകൊണ്ട് കാണിക്കുകയാണ്. ഇങ്ങനെ 1/2 ഇഞ്ച് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ പോയിന്റിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് വേണം ഇങ്ങനെ വരാനായിട്ട്. ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വരും. നമ്മൾ ടക്കൊക്കെ അടിക്കുമ്പോൾ ചെരിച്ച് പോവില്ല, അതുപോലെ ഇങ്ങനെ വേണം, ചെരിഞ്ഞ് വേണം വരാനായിട്ട്. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ. നേരെ വയ്ക്കുക. ഈ സൈഡും എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വയ്ക്കുക. കണ്ടില്ലേ? 2 പോയിൻ്റ് അപ്പുറത്തിന് ഇങ്ങനെ കുത്തിയെടുത്ത് അവിടെ കെട്ട് കൊടുക്കും. ഈ 1/2 ഇഞ്ചാണ് നമ്മളുടെ തയ്യൽ തുമ്പ് വരുന്നത്. ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുത്തേക്കണ പ്ലീറ്റ് വയ്ക്കില്ലേ, അത് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ നയൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം അതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വയ്ക്കുക. വെച്ചിങ്ങനെ ചെരിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങറ്റം വരെ വരാം. എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇവിടെ. എന്നിട്ട് പതുക്കെ ഒന്ന് തുണി ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടില്ലേ? റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റിച്ച് നമ്മൾ അങ്ങനെ ഇവിടെ കൊടുത്തു. നമുക്കത് വൃത്തിയായോ ഇല്ലേന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഭംഗിയിൽ നമുക്കിവിടെ കിട്ടിയില്ലേ? കണ്ടത് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി വൃത്തിയാകും. അതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്യാം. ഇതേപോലെ തന്നെ ഇവിടെ കണ്ട നല്ല ഭംഗിയിൽ കിട്ടിയേക്കണ കണ്ട. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് പ്ലീറ്റുകളൊക്കെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഏത് പ്ലീറ്റാണോ നല്ല ഭംഗിയിൽ കിട്ടിയെന്ന് നോക്കാം. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് ഇട്ടുണ്ടല്ലോ, അതിൽ ഏത് പ്ലീറ്റാണ് 2 സൈഡിലെയും നല്ല ഭംഗിയിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയെ നമ്മൾ ഫ്രണ്ടാക്കി എടുക്കാം. എന്നിട്ട് മറ്റേത് ബാക്കിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ കിട്ടുന്ന 2 പ്ലീറ്റുകൾ നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നല്ല തുണി വെക്കുക. നല്ല തുണിൻ്റെ മേലെ നമ്മൾ ലൈനിങ് തുണി ഇങ്ങനെ കറക്റ്റാക്കി സെൻറ്റർ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഓരോ പിൻ വീതം കുത്തി കൊടുക്കാം. നമ്മളിവിടെ 1/2 ഇഞ്ച് എന്ന രീതിയിൽ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചെടുത്തു. കണ്ടില്ലേ? നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഈ കയറി വരുന്നിടത്ത് അടുപ്പിച്ച് ചെറുതായിട്ട് 2-3 കട്ട് കൂടുതൽ കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ അകവും പുറവും ഇങ്ങനെ മറക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് മൊത്തത്തിൽ നമ്മളിങ്ങനെ ശരിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിത് മേലേക്കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ലൈനിങ് തുണി കാണാത്ത രീതിയിൽ മേലേക്കൂടെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം.
അതുപോലെ അപ്പുറത്തും നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം, ലൈൻ തുണി കാണാത്ത രീതിയിൽ. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു, വിട്ടുപോയി. നമ്മൾ ഇവിടെ പ്ലീറ്റ് ഇട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡ് ഇങ്ങനെ വെക്കരുത്, മുകളിലേക്ക് ആക്കിയിട്ട് മേലേക്കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പ്ലീറ്റും സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് വേണം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നെക്ക് ഫിറ്റ് ചെയ്യാം. ടോപ്പിന്റെ നല്ല വശമാണ്, നല്ല വശത്ത് ഇത് നെക്ക് എടുത്തു ഇതുപോലെ സെന്റർ കറക്റ്റ് ആക്കി നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. സെന്ററിൽ കറക്റ്റ് ആയിട്ട് വെക്കുക, വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടത്തോളം അടിച്ചു. ഇനി ഈ വരച്ചേക്കണതിന്റെ മേലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഒരു 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആം ഹോളിന്റെ അവിടെ സ്ലീവിനോട് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. ചെയ്യേണ്ടത് ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ആക്കാം. കണ്ടില്ലേ? ആക്കിയിട്ട് നമ്മൾ ആം ഹോളിന്റെ അവിടെ ചെയ്ത പോലെ തന്നെ അപ്പുറത്തേക്ക് മറിച്ചെടുത്ത് പതിച്ചടിക്കാം. ഇങ്ങനെ മറിച്ചെടുക്കാം. ഇതിങ്ങനെ മറിച്ചെടുക്കാം, എന്നിട്ട് മേലെ പതിച്ചടിക്കാം. കണ്ട നല്ല ഭംഗിയിൽ നമുക്ക് നെക്ക് കിട്ടിയില്ലേ? ഇതുപോലെ നമുക്ക് ബാക്കും ചെയ്തെടുക്കാം. ഇങ്ങനെ വെക്കാം. നമ്മളിപ്പോ ബാക്കിലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളിത് മറിച്ചടിച്ചിട്ടില്ല. അതിന് മുൻപായിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ തുണി എടുക്കുക, അത് ഇങ്ങനെ ഫ്രണ്ടും എന്ന രീതിയിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഈ നെക്കിന്റെ ഇത് ഇങ്ങനെ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് അടിച്ചു കഴിഞ്ഞ് മറക്കുമ്പോൾ രണ്ട് നല്ല വശങ്ങൾ തമ്മിലാണ് വരുന്നത്. മനസ്സിലായോ? അങ്ങനെ തന്നെ വേണം ഇതും ചെയ്യാനായിട്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കി ചെയ്യാം. അതെ, ബാക്കിലത്തെ ഷോൾഡർ ആണ് ഈ കാണുന്നത്. അവിടേക്ക് ഫ്രണ്ടിലത്തെ ഷോൾഡറിന്റെ സ്റ്റിച്ച് ചെയ്തത്, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇവിടെ ഇങ്ങനെ വെച്ചു. അതായത് നല്ല വശം തമ്മിലാണ് വരുന്നത്. കണ്ട? ഇവിടെ ഇങ്ങനെ പിടിക്കുക,
ഒപ്പത്തിനൊപ്പം ഇതിങ്ങനെ അവിടെ വെക്കുക, ഇങ്ങനെ കാണിക്കാം. കണ്ടാ, മനസ്സിലായില്ലേ? എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിൻ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ടായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. തുടക്കക്കാർ എപ്പോഴും പിൻ കുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് എടുക്കുക, അതും ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ മറയ്ക്കുക. ഉണ്ടാ, എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. അങ്ങനെ 1/2 ഇഞ്ച് എന്ന രീതിയിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്, ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇത് ഇങ്ങനെ പതുക്കി ഇപ്പുറത്തേക്ക് മറയ്ക്കാം. കണ്ടാ, മറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്കിവിടെ കിട്ടിയേക്കണ. കണ്ടാ, ഇത് നമ്മുടെ ഫ്രണ്ട് വശമായിട്ട് വരും, ബാക്ക് വശം ഇതായിട്ട് വരും. മനസ്സിലായില്ലേ? മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിലത്തെ നെക്കും ഇങ്ങനെ വലിക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ലൈനിങ് തുണി കാണാത്ത രീതിയിൽ ഇങ്ങനെ പതിച്ചടിക്കാം. അതോടുകൂടി നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ കാര്യങ്ങൾ കഴിയും. നമുക്കിനി പതിച്ചടിക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് ബാക്കിലത്തെ നെക്ക് ഈ പറഞ്ഞ പതിച്ചടിക്കാണ്, ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാണ്, ലൈനിങ് കാണാത്ത രീതിയിൽ. ഇവിടെ നിന്നാണ് അടിച്ചു വരേണ്ടത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ നെക്ക് അവസാനിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് 2 സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇത് ഹെമ്മിങ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ നീക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി അടിക്കാം. ഞാനിപ്പോ നീക്കി ഒരു സ്റ്റിച്ചും കൂടി അടിക്കുകയാണ്. ഹെമ്മിങ് ഇപ്പൊ ഞാൻ ചെയ്യണില്ല, ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാണ്. അങ്ങനെ നമ്മൾ നെക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആം ഹോളിന്റെ അവിടെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒപ്പത്തിനൊപ്പം വെച്ച് ഇങ്ങനെ സൈഡ് നമ്മൾ പിൻ കുത്താണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 2 സൈഡും ഒപ്പത്തിനൊപ്പം വെച്ച് 2 പിൻ വീതം കുത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് 0 to 2 നമുക്ക് 8.5 വരുന്നത്. നമ്മുടെ ബോർഡിൽ നിന്ന് എടുത്ത മെഷർമെന്റ് 8.5 1.5 ഇഞ്ച് തയ്യൽത്തും മടക്കാണ് 10 ഇഞ്ച് വന്നത്. 8.5 എവിടെ വരണം എന്ന് നോക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 വരും. 1.5 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. 1.5 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്താണ്. കാരണം മൊത്തം 10 എന്ന രീതിയിൽ 20 ഇഞ്ചാണ് നമുക്കിവിടെ ഉണ്ടാവേണ്ടത്. 20 ഇഞ്ച് ഉണ്ട്, കണ്ടില്ലേ? 20 ഇഞ്ച് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സെന്റർ വരുന്നത്. ഇവിടെ തന്നെയാണ് നമുക്ക് സെന്റർ ആയിട്ട് വന്നേക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 8.5 ഇഞ്ചാണ് നമ്മുടെ എന്ത് വരുന്നത്, ബോർഡിനത്തെ മെഷർമെന്റ് അനുസരിച്ച് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 8.5 വരും. അപ്പൊ ഈ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് 8.5 ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കി ഇവിടെയും കറക്റ്റ് 8.5 തന്നെയാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പിട്ട്
ഇനി നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും നമുക്ക് 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം. ഇവിടെയും നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് വേസ്റ്റ് വരെ അതിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് പോക്കറ്റ് വയ്ക്കുന്ന കാര്യത്തെ പറ്റി നോക്കാം. ഇത് തമ്മിൽ ഒപ്പത്തിന് ഇങ്ങനെ വെക്കുക. നമുക്ക് വേസ്റ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ പോക്കറ്റ്. 2 പീസ് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അതിലെ ഒരു പീസിന് നമ്മൾ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ പോക്കറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക്, ഇങ്ങനെ താഴേക്കാണ് വരേണ്ടത്. അവിടെ ഇങ്ങനെ ഞാനിപ്പോൾ ഇതിനെ ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചത് ചീത്തവശം തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞാനൊരു പിൻകുത്താണ്. ഇവിടെ ഒരു പിൻകുത്തി, അതുപോലെ തന്നെ ഇവിടെയും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ഞാൻ പിൻകുത്തി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാനൊരു സ്റ്റിച്ച് കൊടുക്കാണ്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലും ഞാൻ വെക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വന്നേക്കണതുണ്ടോ? കറക്റ്റായിട്ട് ഒരു പോക്കറ്റ് വെച്ചേക്കുന്നത് ഇവിടെ വെച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ വെക്കുകയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇവിടെ 1/2 ഇഞ്ച് നീക്കി ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. അതിന് മീതെ കൂടെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. പോക്കറ്റിൻ്റെ അവിടെ മാത്രമായിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഒരു സൈഡിലേക്കുള്ളത് ഒരെണ്ണം മാത്രമേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ എടുത്തു. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 1/2 ഇഞ്ച് നീക്കി ഞാൻ അടയാളപ്പെടുത്താണ്. ഇതിനിങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത്. 1/2 ഇഞ്ച് നീക്കി ഇവിടെ അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച് നീക്കി ഇവിടെയും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് അടിക്കാം. അങ്ങനെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരു സൈഡിലേക്കുള്ള ഒരു പോക്കറ്റിന്റെ 2 ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത്. പോക്കറ്റിന്റെ ഇവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തേക്കണത്. അത് ഞാൻ ഇപ്പോൾ ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുക്കാണ്. ചെയ്യേണ്ടത് നമ്മൾ വേസ്റ്റിന്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണല്ലോ നമ്മൾ വേസ്റ്റ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് നമ്മളുടെ ഇവിടെയാണ് നമ്മൾ പോക്കറ്റ് വരുന്നത്. ഇവിടേക്ക് 1/2 ഇഞ്ച് എന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ചടിച്ച് ഇങ്ങനെ വരാണ്. ഇവിടെയാണ് നമ്മുടെ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. കണ്ടാ, ഇങ്ങനെ നമ്മൾ അടിച്ചു വരണം. ഇപ്പുറത്തെ പോക്കറ്റ് നമ്മൾ ഇതുപോലെ തന്നെ പുറത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്.
നമ്മൾ 2 പോക്കറ്റുകൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ 1/2 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പോക്കറ്റ് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. അതിന് തന്നെ ഇവിടത്തുള്ള വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ ഒരു ചെറുതാക്കി നമ്മൾ ഡബിൾ ലോക്ക് ഇട്ട് നിർത്താണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ പോക്കറ്റിന്റെ സ്റ്റാർട്ടിങ് ആണ്. അവിടെ കുത്തി നിർത്തി പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ 2 പോക്കറ്റുകൾ ഇതുപോലെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. കണ്ടാ, ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മേലോട്ട് കയറ്റി അടയാളപ്പെടുത്താം. അവിടേക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. തുണി റൊട്ടേറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട് അവിടെ 2 സ്റ്റിച്ച് കൂടുതൽ കൊടുക്കുക. അടിഭാഗത്ത് നമുക്ക് ഇനി 1 ഇഞ്ച് അടയാളപ്പെടുത്തി മൊത്തം നമുക്ക് മടക്കിയടിക്കാം. ഞാൻ 1 ഇഞ്ച് പല സ്ഥലത്തായിട്ട് ഞാൻ ചെറുതായിട്ട് അടയാളപ്പെടുത്താണ്. എന്നിട്ട് ഞാൻ തുണി 1/2 ഇഞ്ചിന്റെ രീതിയിൽ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്ക് ആദ്യം 1/2 ഇഞ്ച് എന്ന രീതിയിൽ മടക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി 1/2 ഇഞ്ച് എന്ന രീതിയിൽ മടക്കാം. ഞാനിപ്പോ ചെയ്യുന്നത് 2 അറ്റത്തും ഞാൻ 1/2 ഇഞ്ച് എന്ന രീതിയിൽ മടക്കിയത് ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ 2 അറ്റത്തും മാത്രമായിട്ട്. എന്നിട്ട് ഞാൻ മൊത്തത്തില് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. ഞാൻ ഓൾറെഡി പല സ്ഥലത്തായിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മടക്കുന്ന അത് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ വരുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോ മടക്കി മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ടക്കടിക്കാൻ പോവാണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെന്റ് ആണ്, വെസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള മെഷർമെന്റ് ആണ് ആദ്യം എടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ടു വെസ്റ്റ് പോയിന്റ് വരെയുള്ള അളവ് എടുത്തിട്ട് വേണം ടക്കടിക്കാനായിട്ട്. ഇത് സ്റ്റിച്ച് ചെയ്യണേക്കാൾ മുൻപ് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാൻ ഷോൾഡർ ടു വെസ്റ്റ് പോയിന്റ് വരെയുള്ള അളവ് കണ്ടു. അവിടെ നിന്ന് ഏകദേശം ഒരു 10 ഇഞ്ചോളം താഴേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചു. അപ്പൊ 10 ഇഞ്ചിന് സെന്റർ ആയതുകൊണ്ട് 5 ഇഞ്ച് വന്നു. അവിടെ നിന്ന് ഒരു 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് എന്ന രീതിയിൽ അപ്പുറം ഇപ്പുറം അടയാളപ്പെടുത്തിയിട്ട് ഞാൻ വരയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തുണിയിൽ ഞാൻ ആ വരച്ചേക്കണ രീതിയിൽ തന്നെ ഞാൻ മടക്കി വെച്ചിട്ട് അതിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.